മുസ്ഫറെ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റും. ശരിക്കും നല്ല രസമാണ്, നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ. ശരിക്കും ഈ പുതിയ കാലത്തെ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ വരാൻ നിൽക്കുക, മദേഴ്സ് ഡേ വരാൻ നിൽക്കുക, അപ്പോഴൊക്കെ ഉമ്മാനോട് അടുപ്പം കാണിക്കുക. അല്ലാത്തപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അതല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ദിവസം മാറ്റി വെക്കുക. ശരിക്കും അങ്ങനെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതാണോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ശരിയാണ്, ഇവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം, ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല സമ്മാനം ഉമ്മമാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം അവരുടെ നഷ്ടപ്പെട്ടു പോയ ഒരു വിദ്യാഭ്യാസ കാലം ഉണ്ടായിരുന്നു. ആ കാലം തിരിച്ചു കൊടുക്കലായിരിക്കും. അടുക്കളയിൽ ഇങ്ങനെ പുക കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ തഫ്സീറും ഹദീസും ഖുർആനും അതേപോലെ എല്ലാ കാര്യങ്ങളും ഫിഖുമൊക്കെ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിനും വലിയൊരു സമ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞത് ശരിയാട്ടോ, 100 വട്ടം ഞാൻ സമ്മതിക്കണം. മദ്രസ ഉണ്ടെന്ന് പഠിക്കാൻ, അതുപോലെ ദർസ് ഉണ്ട്, അറബി കോളേജ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ വീട്ടമ്മമാര്, സ്ത്രീകള്, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വിദ്യാഭ്യാസ കാലത്ത് തിരിച്ചു പഠിക്കാൻ ഇത്തരം മദ്രസയിലേക്ക് ഒന്നും പോകാൻ പറ്റൂല. ഇനി ഒരു ഓൺലൈൻ സംവിധാനം പോലും അവിടെ ഇല്ല. ഇതൊക്കെ പരിഹരിക്കാൻ ശരിയാണ് നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കണം. പക്ഷെ അവിടെയൊക്കെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ആര് പറഞ്ഞു ഇല്ലാന്ന്? നിങ്ങൾ ലൈഫ് എന്നൊരു സംവിധാനം കേട്ടിട്ടുണ്ടോ? ഇല്ല. ലൈഫിന്റെ കീഴിൽ നജിയ കോഴ്സ് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സുന്ദരമായി ഖുർആൻ ഓതി പഠിക്കാനും ഹദീദ് പഠിക്കാനും ഫിഖ് പഠിക്കാനും ഇത്ര നല്ലൊരു സംവിധാനം വേറെ ഉണ്ടാവില്ല. ഓ